guys, welcome to Niksmojo. It's me, Sri Lakshmi. അപ്പോൾ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചെമ്മീൻ വെച്ചുള്ളൊരു നാടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, കുറച്ച് ചെമ്മീൻ കിട്ടിയതുകൊണ്ടാണ് ആ ഒരു പ്ലാൻ ഉദിച്ചത്. അപ്പോൾ എല്ലാം നാടൻ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് ചെയ്യാൻ പോകുന്നത്. അതെ, പണ്ടത്തെ ചിരട്ടത്തവിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുപ്പിൽ വയ്ക്കുന്നില്ല, കാരണം എനിക്ക് അടുപ്പിൽ വയ്ക്കാൻ ഇത്തിരി മടിയാണ്. അതുകൊണ്ടാണ് സ്റ്റൗവിലേക്ക് മാറിയത് നമ്മൾ. അപ്പോൾ നമ്മൾ അതിങ്ങനെ വയ്ക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ടെന്ന് നോക്കാം. നമുക്ക് അതിലേക്ക് പോകാം. വെളിച്ചെണ്ണ, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാപ്പാൽ, കറിവേപ്പില, തക്കാളി, പച്ചമുളക്, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെമ്മീൻ, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. കണ്ടല്ലോ, ഇത്രയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അതിനു മുമ്പ് നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം. കാരണം ചട്ടി ചൂടായിട്ട് വേണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട്. അപ്പോൾ ചട്ടി നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. പുകയൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, നാടൻ രീതിയായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യാനുസരണം. ഇതിന് കണക്കൊന്നുമില്ല, നിങ്ങളുടെ ആവശ്യാനുസരണം. ചിലർക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അധികം താല്പര്യമില്ലായിരിക്കും, അവർ കുറച്ചൊഴിക്കുക. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല നാടൻ കറിവേപ്പിലയാണ് ഇത്. നമ്മുടെ വീട്ടിലെ ഒരു കറിവേപ്പില മരമൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ നിന്നുള്ളതാണ് കറിവേപ്പില. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താലേ അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങും. കറിവേപ്പില ധാരാളം ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഇടാം. അതൊന്ന് പൊട്ടട്ടെ. ഇനി നമുക്ക് സവാള ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാം. വഴറ്റുന്ന സമയത്ത് തീ കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അറിയാലോ, നമുക്ക് ചെമ്മീൻ എപ്പോഴും നമുക്ക് ലഭ്യമല്ല. അപ്പോൾ ഈ കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലുള്ള പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. സാധാരണ എല്ലാവരും നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈലിലൊക്കെ എല്ലാവരും ചെമ്മീനൊക്കെ തോരൻ, വറുത്തരച്ചത് അങ്ങനെയൊക്കെയാണ് വയ്ക്കാറുള്ളത്. ഈ സ്റ്റൈലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക്. അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും എന്നാണ് നാട്ടു നടപ്പ്. കാരണവന്മാരങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കതിൻ്റെ സയൻസ് ഒന്നും അറിയില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. അടിപൊളി. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. സവാളയിൽ നല്ല പച്ച കളറിൽ കറിവേപ്പിലയും പച്ചമുളകും കിടക്കുന്നത് കാണാനായിട്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കേണ്ട ടൈമായിട്ടുണ്ട്. കാരണം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇഞ്ചി ഞാനിവിടെ ഒരു ചെറിയ കുഞ്ഞു അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുക്കുകയോ ചതച്ചെടുക്കുകയോ ചെയ്യാം. പിന്നെ ഇങ്ങനെ അരിയാൻ കാരണം ഇത്തിരി നമുക്ക് ഇത് കഴിക്കുമ്പോൾ ഇഞ്ചി കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് എടുത്തത്. ഇനി നമുക്കത് ഇട്ട് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ പുറത്ത് കുറച്ച് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് സൗണ്ടിന് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഇടയ്ക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ. അഥവാ നിങ്ങളങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി കുഞ്ഞു അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 4-5 ക്ലോസ് മതി അതിൻ്റെ വെളുത്തുള്ളിയുടെ. അതൊന്ന് ഇട്ട് കൊടുക്കും. ഇനി അതിനൊന്ന് വഴറ്റിയെടുക്കാം. തീ കൂടുന്നു എന്ന് തോന്നുവാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക നിങ്ങൾ. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഈ സവാളയും ടൊമാറ്റോ ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നിങ്ങളറിഞ്ഞ് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു 250 ഗ്രാം പ്രോൺസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഇതൊക്കെ ആഡ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടി വർഗ്ഗങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അധികം പൊടി വർഗ്ഗങ്ങളൊന്നും ആവശ്യമില്ല. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് വയ്ക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ അതാണ് ഇത്രയും മാത്രം മതി. സൗണ്ട് നല്ല രീതിയിൽ ഡിസ്റ്റർബ് ആവുന്നുണ്ട്, പക്ഷേ ഇഷ്ടപ്പെട്ടു. സൗണ്ട് ഇനി ഉണ്ടോയെന്നുണ്ടെങ്കിൽ സോറി ഫോർ ദാറ്റ്. അപ്പോൾ നമുക്കിനി ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം അതിന് മുന്നേ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. കണ്ടോ, നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തുകൊണ്ട് 1/2 മതി. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. ഗരം മസാല നമുക്ക് ഇപ്പോഴല്ല കേട്ടോ ആഡ് ചെയ്യേണ്ടത്, 3 കറക്റ്റ്. എരിവനുസരിച്ച് ഇടുക. ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൊടിയാണ്. ഇതൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കുക. ഒന്ന് പച്ച മണമൊന്ന് മാറട്ടെ കേട്ടോ ഈ പൊടി വർഗ്ഗങ്ങളുടെ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചെടുക്കാം. ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞില്ലായിരുന്നു, അത് വിട്ടുപോയതാണ്. കാരണം ഇതൊന്ന് ഇത്തിരി ജസ്റ്റ് ഒന്ന് അതൊക്കെ അതിൽ കിടന്നൊന്ന് വേകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 2 മിനിറ്റ്സ് മതി. അപ്പോൾ നമ്മുടെ കൂട്ടക്കണ്ണെല്ലാം നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേണ്ട ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇടേണ്ടത് പ്രോൺസാണ്. പ്രോൺസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ 250 ഗ്രാം പ്രോൺസാണ് എടുത്തിട്ടുള്ളത്. അറിയാമല്ലോ, നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അതിൻ്റെ പുറത്ത് ആ ഷെല്ലും പിന്നെ ഡീവെയിൻ ചെയ്തൊക്കെ എടുക്കണം. അറിയാമല്ലോ, ഇതിൻ്റെ മുകളിൽ ഒരു വെയിനുണ്ട്, അതൊക്കെ നമ്മൾ കളയണം, അത് പ്രോപ്പറായിട്ട് വൃത്തിയാക്കണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് കുറച്ച് സോൾട്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു മിനിമം ഹാഫ് ആൻ അവറെങ്കിലും വച്ച സംഭവമാണ് ഇത്. നമുക്കിനി ഇത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്രഷ് എന്ത് ഭംഗിയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, കാരണം അതിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്, കൂട്ടിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ ഉപ്പ് നോക്കി വേണം ആഡ് ചെയ്യാനായിട്ട്. ഇനി വേണോ വേണ്ടേന്നൊക്കെ അറിയാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും അങ്ങനെ ഇരിക്കട്ടെ. ഒരു 2 മിനിറ്റ് അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പോഴത്തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഈ ഒരു പ്രോൺസിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും, അതിറങ്ങും. വെയിറ്റ് ചെയ്യും നമുക്കതുവരെ. നമുക്കപ്പോൾ ഇത് അടച്ച് വയ്ക്കാം ഒരു 2 മിനിറ്റത്തേക്ക്. അപ്പോൾ ഏകദേശം 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് എടുത്ത് നോക്കാം. അപ്പോൾ കണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ കുറേ വെള്ളമൊക്കെ ഇറങ്ങി. ഇപ്പോൾ നല്ല മണം. ആ പ്രോൺസ് വേഗം തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു മണം അടിക്കുന്നുണ്ട് കേട്ടോ. കിടു. ഇനി അപ്പോൾ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അരമുറി തേങ്ങ ഉണ്ടല്ലോ, അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 250 ഗ്രാം പ്രോൺസിന് ആവശ്യമുള്ളത് അരമുറി തേങ്ങയുടെ പാലാണ്. അപ്പോൾ നമുക്കിനി അത് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കിടന്നാണ് അത് വേകേണ്ടത്, എങ്കിലും അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങുള്ളൂ. കണ്ടല്ലോ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് പാലൊഴിച്ചു കൊടുക്കാം. പാൽ സ്റ്റെപ്പായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാൽ ഫുള്ളായി ഇതിലൊഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതിൽ കിടന്ന് നല്ല രീതിയിൽ തിളച്ച് വെന്ത് വരേണ്ടതാണ് പ്രോൺസ്. അപ്പോൾ ഈ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെന്താ വേറെ പരിപാടിയൊന്നുമില്ല. കുറച്ച് ഗരം മസാലയും കൂടെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, വിതറി കൊടുത്തിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ. വേറെ ഒന്നും ഒരു പണിയില്ല, വെരി സിമ്പിൾ അല്ലേ. അപ്പോൾ നമുക്കിനി ഇത് സൗണ്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ അങ്ങനെ തിളയ്ക്കുന്ന സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി മണം കേട്ടോ, ഞാൻ തള്ളുകയല്ല, എന്നാലും നല്ല മണമുണ്ട്. കാരണം ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു മണം നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. കാണിച്ചു തരാം. ഇതിങ്ങനെ ജസ്റ്റ് പാത്രമൊക്കെ നല്ല പൊള്ളുന്ന ചൂടാണ്. തുറക്കുക, കണ്ടോ, ഏതാണ്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തോളം വെള്ളം ഉണ്ടായിരുന്നതാണ്. വെള്ളം മീൻസ് തേങ്ങാപ്പാൽ. ഇപ്പോൾ ദേ അതൊക്കെ വറ്റി നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട്. നമ്മൾ കറിയാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഗ്രേവി അത്യാവശ്യമാണ്. ഇനി നമ്മളിതിലേക്ക് ഇടേണ്ടത് ഒരു 2 ടീസ്പൂൺ ഗരം മസാലയാണ്. അതും കൂടെ ആയാലേ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ, കാരണം ആ ഒരു മണമൊക്കെ വരുന്നത് ആ ഒരു ടൈമിൽ.
മനസ്സിലായല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത്. കറി ഇങ്ങനെയാണ് വരേണ്ടത്. ഇത് നമുക്കിപ്പോൾ ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിനും കഴിക്കാം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടെ ഇതിൻ്റെ മേളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ മല്ലിയില ആഡ് ചെയ്യുന്നത് ഇഷ്ടമുള്ളവർ മല്ലിയിലയും കൂടെ ആഡ് ചെയ്യും. എനിക്ക് ഇതുപോലത്തെ ഐറ്റംസിൽ മല്ലിയില ഇടുന്നത് വലിയ ഇഷ്ടമല്ല. അതിട്ടാലും കൊള്ളാം. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേനും വാങ്ങാം. അതാണ് പരുവം. അപ്പോൾ നമ്മുടെ കുറച്ച് സമയത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ചെമ്മീൻ കറി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല നാടൻ രീതിയിലുള്ള ചെമ്മീൻ കറി. നമുക്കിനി അതെങ്ങനെയായെന്ന് നോക്കാം. കാരണം 2 മിനിറ്റ് ആയിരുന്നു ഞാൻ അടച്ച് വെച്ചിട്ട്. ജസ്റ്റ് ആ ഒരു ഗരം മസാല ഇട്ടിട്ട് ആ ഒരു എണ്ണ തെളിഞ്ഞ് വരണം. ആ ഒരു ടൈം മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. ഇതിന് എണ്ണ നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. നമുക്കിനി ഇതിന് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് ജസ്റ്റ് കോരി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല മണം. ഞാനങ്ങനെ എൻ്റെ എന്താ പറയുക നമ്മുടെ നാടൻ രീതിയിലുള്ള ചെമ്മീൻ കറി തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇത് ഷുവറായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസിൽ കഴിഞ്ഞ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഇട്ടപ്പോഴും എല്ലാവരും പറഞ്ഞു കുക്കിംഗ് വീഡിയോസ് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ എൻ്റെ അഭിപ്രായം പറയാം. ചിലപ്പോൾ അത് കൊള്ളാമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ SP ആയിപ്പോവും, സ്വയം പൊങ്ങിയതായിപ്പോവും. അതുകൊണ്ട് അത് വേണ്ട. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞാൽ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യണതായിപ്പോവും. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് വേറൊരാളെ വിളിക്കാം. ഭയങ്കര വലിയ മാസ്റ്റർ ഷെഫാണ്. അവനെ വിളിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അനന്തു ഇങ്ങ ബാ. ഇതാണ് നമ്മുടെ നിന്റെ പേര് പറയടാ. പേര് പറഞ്ഞോളൂ. സ്കൂളിലെ പേര് പറ. ഉണ്ണിമാമൻ ചോദിക്കണ നോക്ക്. നന്ദികേഷ്. ഏത് ക്ലാസ്സിലിപ്പോൾ? ഇപ്പോൾ ഏത് ക്ലാസ്സിൽ? നവജീവൻ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പോൾ ഏത് സ്കൂളിൽ? ക്ലാസ് UKG. വെരി ഗുഡ്. അവൻ കൊച്ചല്ലേ അല്ലേടാ? ലച്ചുമാമി നിനക്ക് ഇഷ്ടമാണ്? ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തോ നിധിയേട്ടൻ്റെ ചേച്ചിയുടെ മോനാണ്, എൻ്റെ നാത്തൂൻ്റെ മോനാണ്. അപ്പം നമുക്കിത് കഴിച്ചു നോക്കാം. നിങ്ങൾ ചെമ്മീൻ കഴിക്കുമല്ലോ, കൊഞ്ച് കഴിക്കുമല്ലോ. അപ്പോൾ എത്ര കഷ്ണം വേണം? 1 മതി. അപ്പോൾ 1 എടുക്കാം. 1 എടുത്ത് കുറച്ച് എൻ്റെ ഗ്രേവിയും കൂടെ എടുക്കാം. ഇപ്പോൾ കുറച്ചെടുക്കാമേ, പിന്നെ നമുക്ക് ചോറ് കഴിക്കുമ്പോൾ നിറയെ എടുക്കാം. ചൂട് കുഴപ്പമുണ്ടോ നിനക്ക്? കുഴപ്പമില്ല, ചൂട് കുഴപ്പമില്ല. കള്ളം പറയരുത്. കോരി കഴിച്ചു. എങ്ങനെയുണ്ട്? സൂപ്പർ. ഉണ്ണിമാമൻ്റെ അടുത്ത് പറ. ഉണ്ണിമാമ ചോദിക്കുക എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? ഉപ്പൊക്കെ കറക്റ്റ്? എല്ലാം കറക്റ്റ്. സൂപ്പർ. ഇഷ്ടപ്പെട്ടു. ഓക്കെ, എല്ലാവരുടെ അടുത്തും പറ ഇഷ്ടപ്പെട്ടു. എടാ ഞാൻ നിനക്ക് എന്തെങ്കിലും തന്നാ? ഞാൻ പറഞ്ഞ നിൻ്റെ അടുത്ത് കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറയണമെന്ന് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞ? ഇല്ലല്ല. അങ്ങോട്ട് നോക്കി പറ. ഉണ്ണിമാമൻ്റെ അടുത്ത് പറ ഇല്ലയെന്ന്. ഈ ഉണ്ണിമാമ എന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറയുടെ പറയുന്നത്. അങ്ങനെ നിലവുള്ള സത്യം പറയണ കുട്ടിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എല്ലാവരും ചെമ്മീൻ കറി ഉണ്ടാക്കി നോക്കണം. നീ അവരുടെ അടുത്ത് പറ ഈ ചെമ്മീൻ കറി എല്ലാവരും ഉണ്ടാക്കണമെന്ന്. ഈ ചെമ്മീൻ കറി എല്ലാവരും ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം എവിടെ ഇടണം? കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ നമ്മുടെ ചാനൽ, നമ്മുടെ നിക്സ്മോജോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഈ വീഡിയോസ് ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന് വലിയ താങ്ക്സ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് കാണുന്നതായിരിക്കും. ടിൽ ദെൻ ശ്രീലക്ഷ്മി ആൻഡ് അനന്തു സൈനിങ് ഓഫ് ഫ്രം നിക്സ്മോജോ. ബൈ ബൈ.